ഇന്നൊരു മുടക്ക് ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് പണികളുണ്ട്. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടില്ല. ചോറ് കൂട്ടാൻ ഉപ്പേരി വെച്ചു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് അവിയലിൻ്റെ കൂട്ടാൻ കേട്ടോ. ഈ അവിയലിൻ്റെ കൂട്ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് നാളികേരം ജസ്റ്റ് ഒന്ന് അരയ്ക്കല്ലേ, ജസ്റ്റ് ഒന്ന് ചതയ്ക്കല്ലേ ഉള്ളൂ. ഇത് അരച്ചെടുത്ത് ഒഴിക്കും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ആക്ച്വലി കുറേ നാളായി. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കൊള്ളി ഉപ്പേരി, കപ്പ കൊള്ളി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇത് ജസ്റ്റ് ഉള്ളിയൊക്കെ ഇതാക്കിയിട്ട് കടുക് പൊട്ടിച്ച് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പാത്രങ്ങളാണ് ഗൈസ്. അത് മുഴുവൻ കഴുകി വെക്കണമല്ലോ ദൈവമേ. എൻ്റെ മോർണിംഗിലെ ഏറ്റവും ബെസ്റ്റ് പാട്ട് എന്താണെന്നറിയോ? ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പം മഴക്കാലം കൂടി ആയതുകൊണ്ട് അടിപൊളിയാണ് കാണാൻ. പിന്നെ ഒരു ബെസ്റ്റ് പാട്ടും കൂടിയുണ്ട്. ഇതാ ഈ കാണുന്ന സ്ഥലം. ഇതാണ്. എനിക്ക് 2 കിച്ചണുണ്ട്. ഒന്ന് ആ കിച്ചണും ഒന്ന് ഈ കിച്ചണും വീഴി. അങ്ങനെ ഇത് ഒരു കാറ്ററിങ് സെൻ്ററാണേ. ഞാൻ ദോശ ഉണ്ടാക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ അതുണ്ടാക്കുക. അപ്പം ഞാൻ ആലോചിക്കായിരുന്നേ, പണ്ട് എനിക്ക് ദോശയ്ക്ക് വട്ടവും ഷേപ്പൊന്നും വരില്ലായിരുന്നു. ഇപ്പോഴും കറക്റ്റാണോന്നും അറിയില്ല. പക്ഷേ കാലം കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാകും. എല്ലാത്തിനും അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയാവും. നമുക്കറിയില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ. പിന്നെ ഞാൻ ദോശ കഴിക്കുക. എനിക്കങ്ങനെ ദോശ കഴിക്കുമ്പോൾ ചട്ടണി വേണം, സാമ്പാർ വേണമെന്നൊന്നുമില്ല. പൊടി ഉണ്ടായിരുന്നു, ദോശപ്പൊടി. പിന്നെ ഞാൻ എൻ്റെ കൂട്ടാനും ഉപ്പേരിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം 2 പേരും ഡോക്ടറെ കാണിക്കാറുണ്ട്. പാച്ചുവിനുണ്ട്, സിംബേനുണ്ട്. സിംബയ്ക്ക് ഇന്ന് ഇഞ്ചക്ഷൻ ഡേ ആണ് ഗൈസ്. റാബീസിൻ്റെ കുത്തിവയ്പ്പിന് വേണ്ടി കൊണ്ടുപോകാനേ. അവരാണെങ്കിൽ ആകെ പരിഭ്രാന്തി വരുത്തിയിട്ടാണ് ഇരിക്കണത് അതിൻ്റെ ഉള്ളിൽ. പിന്നെ രോമൊക്കെ ഒന്ന് അധികമാവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തുണിയൊക്കെ അവന് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്ഥിരം അങ്ങനെ അവനെ കയറ്റുമ്പോൾ ചെയ്യാറ് കേട്ടോ. അവനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവനാകെ എന്തോ ഒരു, പിന്നെ വഴിയിലൊക്കെ പട്ടികളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ജേക്കബ്സ് അനിമൽ ക്ലിനിക്ക്. ഇവിടുത്തെ ഡോക്ടർ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇഞ്ചക്ഷൻ വെക്കാന്നേ തോന്നില്ല. അങ്ങനെ ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇഞ്ചക്ഷൻ വെപ്പൊക്കെ കഴിയും. അങ്ങനെ സിമ്മേനെ പുറത്തിറക്കി. അവനാകെ പരിഭ്രാന്തിയായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ കുറച്ച് ടൈം പിടിച്ചു. പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടാൻ ഇത്തിരി പാടാ. കുറേ പറഞ്ഞ് അവസാനം അവിടെ ഇരുന്നു. അങ്ങനെ അവനെന്തോ മണം കിട്ടുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. നോക്കൂ, പെട്ടെന്ന് നോക്കൂ. സുന്ദരൻ. പാച്ചുവിൻ്റെ അടുത്ത് കുറേ ആക്ച്വലി കളിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ചില ദിവസമാണ് ഞങ്ങളിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഫുൾ പിള്ളേരായിരുന്നു. അങ്ങനെ പാച്ചു കുറച്ച് നേരം അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അന്ന് നൈറ്റ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പാച്ചു അവിടുത്തെ അവനെയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി. ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ് കാനറി, കൂർക്കഞ്ചേരി കാനറിയിൽ. എന്നിട്ട് അവനവിടെ പോയി പാട്ടൊക്കെ പാടിക്കൊടുക്കുക. അവനെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നു കേട്ടോ.